അപ്പം നമുക്കിനി നേരെ പുട്ടിൻ്റെ പണി വെക്കാം. അപ്പോൾ പുട്ടുകുറ്റി പുട്ടുതൂക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ ഇനി തേങ്ങ എടുക്കാം. അപ്പോൾ തേങ്ങ വേണമല്ലോ പുട്ടിന്. അങ്ങനെ തേങ്ങ ഇല്ലാതെ എന്ത് പുട്ടല്ലേ. അപ്പം തേങ്ങ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തേങ്ങേൻ്റെ നാരൊക്കെ പോക്കിയതിന് ശേഷം തേങ്ങ പൊട്ടിക്കുക കേട്ടോ. ഞാൻ എത്ര കൊത്തി എന്താ പറയുക വെട്ടിയാലേ തേങ്ങ പൊട്ടുകയെന്ന് പറയും. നല്ല മധുരമുള്ള വെള്ളം ഇരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം ആ വിസിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വേഗം തേങ്ങ ചേരട്ടെ കേട്ടോ. അപ്പം ഇങ്ങനെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുക. സാധാരണ ഞാൻ കറിയിലേക്കൊന്നും വേണ്ടി തേങ്ങ ചിരക്കൂല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള പണിക്ക് എല്ലാ പണിയും മടി തന്നെയാണ്. അപ്പോൾ തേങ്ങ ഞാനിങ്ങനെ പൊട്ടിച്ച് കത്തി വെച്ചിട്ട് ഇങ്ങനെ കഷ്ണം എടുക്കും. എന്നിട്ടാണ് ഞാൻ കറിയിലേക്കൊക്കെ പിന്നെ നമ്മൾ മിക്സിയിലിടുമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിരകിയെടുത്ത് സാധാ ഞാൻ പുട്ടുപൊടിയിലും തേങ്ങ ഇടും കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ പുട്ടുപൊടിയിൽ ഇട്ടിട്ടില്ല. വീഡിയോ എടുക്കലും പാചകം ചെയ്യലും എല്ലാതും കൂടി ടൈം തീരെ ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ആക്കുന്നു കേട്ടോ. പിന്നെ നേരൊക്കെ വെളുത്ത് വരുന്നുണ്ട്, വെളിച്ചൊക്കെ വന്ന് കണ്ടില്ലേ. അപ്പോൾ വേഗം തേങ്ങ പുട്ടിട്ട് അങ്ങനെ 3 പുട്ടോളം അതിൽ പറ്റും കേട്ടോ. അങ്ങനെ നേരെ കുറ്റിയിലോട്ട് വെച്ചിട്ട് അത് ആവി വരുന്നുണ്ട്. അപ്പോഴത്തിന് ജസ്റ്റ് അവിടെ പറയുന്നത് 2-3 പാത്രം അങ്ങോട്ട് കഴുകി വയ്ക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കഴിയുന്നത് അതിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുറ്റി പുട്ട് ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പം ഇനി ഒന്നുകൂടി ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. ഒന്നുകൂടി പിന്നെ അടുത്തതിലൊരു പകുതിയോളം അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാവുന്ന നേരം കൊണ്ട് വെറുതെ ഹോളിലോട്ട് വന്നപ്പോഴാട്ടോ ഫൈറ്റ് എന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന റെഡ് ആയിരുന്നു കേട്ടോ. റെഡ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ റെഡ് ചത്തുപോയി. അപ്പോൾ ഞങ്ങൾ മെനിയാന്നോ അങ്ങനെ അതിൻ്റെ തലേന്ന് എങ്ങാനാണ് ഇപ്പോൾ ബ്ലൂ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഫസ്റ്റത്തെ പുട്ടായിട്ടോ അങ്ങനെ സെക്കൻഡത്തെ ആവാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. കറി ആയത് തുറന്ന് നോക്കിയില്ലല്ലോ. അങ്ങനെ കറി ആയപ്പോൾ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഉടച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ധാറിയതിന് ശേഷം കുറച്ച് കടല മിക്സിയിലാക്കിയിട്ട് ഒന്ന് ജ്യൂസ് പോലെയാക്കിയിട്ട് മിക്സാക്കിയ കറി കുറച്ച് കട്ടി കൂടും. അപ്പോൾ അതും കൂടി ആയാൽ സൂപ്പർ ആവട്ടോ. ഞാൻ ആദ്യം വറുത്തരച്ചാണ് വെക്കാറ്. പക്ഷെ അത് നല്ല ടൈം ലാഗാവുന്നുണ്ട്. എന്നാലേറ്റവും അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് ഇതാ തോന്നുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേന് ഇച്ച് എഴുന്നേറ്റ് വന്നിട്ട്. അപ്പോൾ ഇച്ച് കുറച്ച് ലേറ്റായി എണീക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് കുട്ടിക്ക് ഉറക്കം ഉണ്ടാവുന്നത്. അപ്പം ഞാൻ വെച്ചു ഒന്ന് ഉറക്കി വെക്കാന്ന് വെച്ച് തോളിലിട്ട് കണ്ട് സോഫയിൽ പോയിരുന്ന് ഫാൻ വിട്ടപ്പോൾ തന്നെ ആളൊന്നും ഇങ്ങനെ മയങ്ങി വന്നിട്ടോ. അപ്പോൾ പിന്നെ ആളെ അവിടെ തന്നെ കിടത്തി, സോഫയിൽ തന്നെ കിടത്തി. ഇനി അവിടെ കൊണ്ട് കിടത്തി ചിലപ്പോൾ എഴുന്നേറ്റാലോ എന്ന് വിചാരിച്ചിട്ട് സോഫയിൽ കിടത്തിയിട്ട് ഞാൻ പിന്നെ എൻ്റെ പണിയിൽ പോയി. അപ്പോൾ ഇന്ന് എനിക്ക് പണി കുറവാട്ടോ. കാരണം നമുക്കിന്ന് ചോറും കുറച്ച് നിലത്തെ മീൻ കറിയും ഉണ്ട്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് ഇനി നൈറ്റ് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അടിയും തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി അടിക്കണം, തുടയ്ക്കണം, ഒന്ന് കുളിക്കണം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പത്രമൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും എടുത്ത് ചെയറിലോട്ടൊക്കെ ഇട്ട് അത് ചെയറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ വേറൊരു പുട്ടിൻ്റെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെന്തോന്ന് പോയൊക്കെ അത് നോക്കിയപ്പോഴത്തിന് കറി ആറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മിക്സിയിൽ കടല അടിച്ച് കണ്ടാക്കിയപ്പോൾ കറി സെറ്റായി. അപ്പം ഇനി അടുത്ത പാട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വേഗം പോയി നോക്കട്ടെ. ബായ്.